നമസ്കാരം. ജോലിയിൽ തിരിച്ചെടുക്കുക, അല്ല എങ്കിൽ പറഞ്ഞു വിടുക. അതല്ലാതെ രണ്ടിന്റെയും നടുവിൽ നിർത്തി ഉപദ്രവിക്കരുത്. മേയർ ഡ്രൈവർ തർക്കത്തിന്റെ പേരിൽ ദുരിത ജീവിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഡ്രൈവർ യദു ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പ്ലക്കാർഡിലെ പ്രധാന വാചകങ്ങളാണ് ഇത്. അല്ല, ഈ നാട്ടിൽ ഇത് എന്താണ് ഇങ്ങനെയൊക്കെ എന്ന് മനസ്സിലാകാതിരിക്കുന്ന സാഹചര്യമാണ്. ഏറ്റവും വലിയ കർക്കശക്കാരനായിരുന്ന, സ്വാർത്ഥനായിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു ഹിറ്റ്ലർ. ഹിറ്റ്ലർ ഭരണകാലഘട്ടത്തിൽ പോലും നടന്നു കേട്ടിട്ടില്ലാത്ത ഒരുതരം ശിക്ഷാവിധിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഭരണാധികാരികളെ ചോദ്യം ചെയ്യുന്ന, ഭരണാധികാരികളുടെ തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ഒരിക്കലും അംഗീകരിക്കാത്ത ഒരുതരം ഭരണവ്യവസ്ഥ. ഭരണാധികാരികളെ അവർ എന്ത് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടുന്നത് പാവപ്പെട്ട സാധാരണക്കാരായി മാത്രം മാറുന്ന സാഹചര്യം. രാജഭരണകാലത്തൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. രാജാവ് പറയും, അത് ശരിയെന്ന് അംഗീകരിക്കും, അത് അനുസരിച്ച് അടിമകളെ പോലെ പ്രജകൾ നിൽക്കും. പക്ഷേ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. ഒരു ജനാധിപത്യ കാലത്തും ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ സഹിക്കാൻ സാധിക്കുന്നില്ല. വളരെ ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഇന്ന് കേരളം പോകുന്നത്. ജനാധിപത്യം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം ജനങ്ങളുടെ ആധിപത്യമുള്ള ഭരണ വ്യവസ്ഥ എന്നതാണ്. ഇവിടെ ജനങ്ങളാണ് ദൈവം, ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ഇവിടുത്തെ ഭരണവ്യവസ്ഥ. ഭരണാധികാരികൾ തികച്ചും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്രതിനിധി മാത്രമാണ്. എന്നാൽ ഈ ബോധം ഇപ്പോൾ വളർന്നു വരുന്ന കുട്ടികളിൽ പോലും തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന തരത്തിലേക്കാണ് ഇവിടുത്തെ നേതാക്കന്മാർ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരുന്നു. അധികാരം തലയ്ക്ക് പിടിച്ച് മേയർ ചെയ്തു വെച്ച തെറ്റിന്റെ എല്ലാം ഫലം അനുഭവിക്കുന്നത് ആ യദു എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് ജോലി തിരികെ തരാൻ സാധിക്കുമെങ്കിൽ അത് തിരികെ നൽകുക, അല്ല എങ്കിൽ തന്നെ പിരിച്ചുവിടുക. തന്റെ മകനടങ്ങുന്ന കുടുംബവുമായി താൻ ആത്മഹത്യ ചെയ്യേണ്ടുന്ന വക്കിലേക്ക് തങ്ങളെ കൊണ്ട് എത്തിക്കല്ലേ എന്ന് ദയനീയമായി പറയുകയാണ് ആ യുവാവ്. നോക്കണേ, ഒരു സാധാരണക്കാർക്ക് വേണ്ടി കാവൽക്കാരായി മാറേണ്ടുന്ന ഭരണവർഗത്തിന്റെ അഹങ്കാരം കൊണ്ട് അവർ കാവൽക്കാർക്ക് പകരം കാലന്മാരുടെ കുപ്പായമണിയുന്ന അവസ്ഥ. ഇതെല്ലാം കാണുന്ന ആ പിഞ്ചു കുഞ്ഞിന് ഇനി ഇവിടുത്തെ ജനാധിപത്യ സംവിധാനത്തിൽ വല്ല വിശ്വാസവും ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ടോ? അതിന്റെ ആ പിഞ്ചു മനസ്സിലേക്ക് പോലും വിഷം കുത്തി നിറച്ച് അതിന്റെ ആ പിഞ്ചു മനസ്സിനെ പോലും കല്ലാക്കി മാറ്റുകയല്ലേ ഇവിടുത്തെ ഭരണവ്യവസ്ഥ. അപ്പോൾ ഇവിടുത്തെ ഭരണവ്യവസ്ഥ തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ തെറ്റ് ചെയ്യുന്നതെന്ന് അടിവരയിട്ട് പറയേണ്ടി വരും. ഇനി ഈ നാട്ടിൽ നീതിയും ന്യായവും ഒന്നുമില്ല എന്ന് പറഞ്ഞ് ആ കുഞ്ഞ് വലുതായി വല്ല തെറ്റും ചെയ്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആ കൊച്ചിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കുമോ? ആ കൊച്ചിനെ നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ സാധിക്കുമോ? ഇല്ല. എന്തായാലും ആ പ്രായം കുറഞ്ഞ മേയർ എന്ന ബഹുമതി നേടിക്കൊണ്ട് അധികാരത്തിലേറിയ മേയർ ആര്യ രാജേന്ദ്രൻ ഇന്നാട്ടിൽ എങ്ങനെ ഭരണം നിർവഹിക്കരുത് എന്ന് കൃത്യമായി ഉദാഹരണ സഹിതം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊക്കെ ഇടയിൽ ആ ഡ്രൈവർ ദിനം പ്രതി നീതിക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്നു. ജോലിയിൽ തിരിച്ചെടുക്കുകയോ അല്ലെങ്കിൽ പിരിച്ചുവിടുകയോ ചെയ്യണമെന്ന പ്രതിഷേധ പ്ലക്കാർഡുമായി യദു ഇപ്പോഴും രംഗത്തുണ്ട്. മേയർ അപ്പോഴും സുഖസുന്ദരമായി ജീവിക്കുകയാണ്. ഒരു കഷ്ടപ്പാടുമില്ല. വല്ലപ്പോഴും കോടതിയോ പോലീസോ വിളിക്കുകയാണെങ്കിൽ അവിടെ ചെന്നൊന്ന് ഹാജരാകുക. അത് കഴിഞ്ഞാൽ മേയർക്ക് യാതൊരു തൊന്തരവുമില്ല. എന്തായാലും ജോലിയിൽ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട മന്ത്രി ഗണേഷ് കുമാറിനടക്കം പരാതി നൽകിയിരിക്കുകയാണ് മേയർ ഡ്രൈവർ തർക്കത്തിലെ പ്രധാന ഇരയായി മാറിയിരിക്കുന്ന ഡ്രൈവറായിട്ടുള്ള യദു എന്ന ചെറുപ്പക്കാരൻ. ജോലിയിൽ തിരിച്ചെടുക്കുക, അല്ല എങ്കിൽ പറഞ്ഞു വിടുക എന്നാണ് അയാൾ പറയുന്നത്. ഞാനും മകനും ജീവിക്കാൻ വയ്യാതെ ആത്മഹത്യയുടെ വക്കിലാണെന്നും യദു പരാതിയിൽ പറയുന്നു. KSRTC ബസ് അപകടകരമായ വിധത്തിൽ ഓടിച്ചെന്നും അശ്ലീലാംഗ്യം കാണിച്ചെന്നുമുള്ള മേയറുടെ പരാതിയിലാണ് യദുവിനെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. ആര്യയുടെ ആരോപണങ്ങൾ യദു നിഷേധിക്കുകയും അത് CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതിലൂടെ നമുക്ക് വ്യക്തമാകുകയും ചെയ്തതാണ്. എന്നിട്ടും ആ തെറ്റ് ചെയ്യാത്ത യദു ഇപ്പോഴും കുറ്റക്കാരനായി വളരെ മോശം സാഹചര്യത്തിലൂടെ പോകുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഏപ്രിലാണ് യദുവും മേയർ ആര്യ രാജേന്ദ്രനുമായിട്ട് ഇത്തരം ഒരു വാക്കേറ്റം നടക്കുന്നത്. ആര്യയുടെ പരാതിയിൽ പോലീസ് ആദ്യം തന്നെ കേസെടുത്തു. പിന്നീട് ബസ്സിന് കുറുകെ വാഹനം നിർത്തിയിട്ട് യാത്രക്കാരെ ഇറക്കി വിടുകയും സർവീസ് മുടക്കുകയും ചൂണ്ടിക്കാട്ടി യദു നൽകിയ പരാതിയിൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ല. തുടർന്ന് കോടതിയും മനുഷ്യാവകാശ കമ്മീഷനും ഇടപെട്ടുകൊണ്ട് കേസെടുക്കുന്നു. പക്ഷെ കേസെടുത്തിട്ടും ഇപ്പോഴും നീതി ലഭിക്കേണ്ടവർക്ക് നീതി ലഭിച്ചിട്ടില്ല എന്ന് ആ ജോലിയും കൂലിയും ഇല്ലാതെ യദു ഇപ്പോഴും പ്രതിഷേധ സമരവുമായി നടക്കുന്നതിലൂടെ വ്യക്തമാകുകയാണ്.